കൊച്ചി ഇടപ്പള്ളിയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്നൊരു വാർത്ത വരുന്നുണ്ട്. 5-6 വയസ്സുള്ള കുട്ടികളെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സഹിൻ ആൻസറിന്റെ വിവരങ്ങളുമായിട്ട്. സഹിൻ, എന്താണ് സംഭവിച്ചത്? സേതു, ഇടപ്പള്ളി മീഞ്ചിറ റോഡിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. 5-6 വയസ്സുള്ള 2 പെൺകുട്ടികളായിരുന്നു. അവർ ട്യൂഷന് പോകാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കുട്ടിയുടെ അമ്മമ്മ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി, എന്തായി സംഭവിച്ചത്? ഇന്നലെ കൊച്ചുങ്ങൾ സ്കൂളിൽ വിട്ട് വന്ന് 5 മണി ആയിട്ടില്ല. അതിന് മുമ്പ് 5 മണി കഴിഞ്ഞ് ഞാൻ ഇന്നലെ ലേറ്റായി പിള്ളേർ പോകുന്നത്. ഞാൻ ഇവിടുന്ന് ടാറ്റ കൊടുത്ത് പിള്ളേർ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് ആയപ്പോൾ ടീച്ചർ വിളിച്ചാണ്, ട്യൂഷൻ ടീച്ചർ. ഇങ്ങോട്ട് ഓടി വാ, പിള്ളേർ വിറച്ച് കരയണമെന്ന് പറഞ്ഞ്. എന്തോ പിള്ളേർ ആരോ പിടിച്ച് കയറ്റാൻ നോക്കി വണ്ടിയിൽ, കാറിൽ. ഇവിടുന്ന് ഞാൻ ഓടി ചെന്നപ്പോൾ പിള്ളേർ വിറച്ചിരിക്കണേ, രണ്ടും കരയണേ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഒരു ആൻറ്റി കാറിലിരുന്ന് മിഠായി കൊടുത്തപ്പോഴത്തേക്കും ഇവർ മൂത്തവൾ മേടിച്ചില്ല. അതിൽ മരുന്ന് പറ്റിയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ മൂത്തോളം മേടിക്കാൻ ഞാൻ മറ്റവൾ മേടിച്ചപ്പോൾ അത് മേടിച്ച് കളഞ്ഞപ്പോൾ പള്ളിപ്പടിക്കെ പോയി വേറെ മുട്ടായി മേടിച്ചു തരാം, നിങ്ങൾ ഇതിൽ കയറി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞ് മറ്റേ ഇവളുടെ കൈ പിടിച്ച് വലിച്ച്. കൈ ഭയങ്കര വേദനയായിരുന്നു. ഇവളുടെ കൈ പിടിച്ച് വലിച്ച് അപ്പോഴത്തെ ഇവൾ കരയണേണ്ടപ്പോൾ ഒരു പട്ടി അവിടെ ഉറങ്ങിക്കിടന്ന് വെച്ചാൽ പട്ടിയാണ്, നിങ്ങൾ അറിയണ പട്ടിയാണ്. ആ പട്ടി ഓടി വന്നപ്പോഴത്തേക്ക് ഇവർ വേഗം കൈ വിട്ടു. പട്ടി കൈ വിട്ടിട്ട് കാർ അപ്പം തന്നെ വിട്ടു. മോളെ, കാറിൽ എത്ര പേരുണ്ടായിരുന്നു മോനെ? 3. ആരൊക്കെയായിരുന്നു? 2 ആണും 1 പെണ്ണും. എന്താ അവര് പറഞ്ഞത്? അവര് പറഞ്ഞ പള്ളി പഠിക്കാൻ പോയിട്ട് വലിയ മിഠായി മേടിച്ചതാന്ന് പറഞ്ഞേ. വണ്ടി കയറാൻ പറഞ്ഞ മോനപ്പം തന്നെ ഓടിക്കളഞ്ഞു ഓടുന്നു. പട്ടി വന്നപ്പോൾ അവരുടെ ഡോറടിച്ച് പോയി. അപ്പത്തേക്കും ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിലോട്ട് ഓടിയില്ല. എന്നിട്ട് ട്യൂഷൻ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു. മോൻ മിഠായി മേടിക്കാൻ നോക്കിയിരുന്നോ? ഇല്ല. നമ്മൾ കൃത്യമായി തന്നെ കുട്ടികളോട് പറഞ്ഞിരുന്നില്ല മേടിക്കരുതെന്ന്. അതിൽ മരുന്ന് പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഇവളോട് മേടിച്ച് മൂത്തവള് തോട്ടിലേക്ക് ഇട്ട്. ഇവള് മേടിച്ചത് എന്താന്ന് വെച്ചാൽ ഇവള് പറഞ്ഞു ഞാൻ മേടിച്ചത് പിള്ളേർ കുറേ ഉണ്ടല്ലോ, കുട്ടികൾ സ്വാഭാവികം. ഇവക്ക് ആ മിഠായി ഇഷ്ടമല്ല, ലോലിപ്പോപ്പ് ഇവക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ അത് മേടിച്ചതെന്ന് വെച്ചപ്പോഴാണ് അത് ആർക്കെങ്കിലും കൊടുക്കാലാന്ന് വിചാരിച്ച് മേടിച്ചാണ്. അപ്പം വേറെ മേടിച്ചു തരാമെന്ന് പറഞ്ഞത്. തോട്ടിലേക്ക് എറിഞ്ഞപ്പോൾ വേറെ മിഠായി മേടിക്കാമെന്ന് പറഞ്ഞത്, കയറാൻ പറഞ്ഞത്. ഇവള് കയറാഞ്ഞപ്പോഴാണ് കൈ പിടിച്ച് വലിച്ച് ഇവള് കരഞ്ഞപ്പോഴത്തേക്കും പട്ടി ഓടി വന്ന് കരച്ചിൽ കേട്ട്. അപ്പോഴാണ് അവർ വേഗം ഡോറടച്ച്. അപ്പോൾ ഡോറടച്ചപ്പോൾ ഇവർ ഓടി, കാറപ്പം തന്നെ വിട്ട്. ഞങ്ങൾ അത് തന്നെ കൊച്ചുങ്ങൾ കാറ് വൈറ്റ് കാറാണ്, ബിഗ് കാറാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരിയർ മുകളിൽ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ച് പോലീസുകാർ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങ് അറ്റത്താണ് ക്യാമറ. ഇവിടെ എങ്ങും ഈ വഴിയിൽ അവർക്ക് അറിയുന്ന എന്താ വെച്ചാൽ ക്യാമറ ഇല്ലാത്ത വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പിള്ളേർ കാണാറുണ്ടെന്ന് പറഞ്ഞു ഈ കാർ അവിടെ കിടക്കണത്. ട്യൂഷന് പോകും മുൻപും കിടന്നിട്ടുണ്ട്. 2 ദിവസം പോയി അവിടെ കിടക്കണേന്ന്. അപ്പൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലെന്ന്. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇന്നലെ എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ത്രീ ആ കൊച്ചിനെ വെച്ചോണ്ടിരിക്കും. ഇന്നലെ ഇവർ ലേറ്റ് ആയാണ് ഈ സ്ത്രീ എണീറ്റ് പോയി. കൊച്ചുറങ്ങിയപ്പോൾ എണീറ്റ് പോയിട്ടുണ്ടാവും. ആ സമയത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഇവരിക്കണാണ് ഇവരെ കയറ്റാൻ പറ്റിയില്ല. ഈ വീട്ടിൽ അവരും കണ്ടെന്നു കാറിൽ ഇവിടെ കൊണ്ടുവന്ന് കാറിട്ടേച്ചി. അതിലൊരു പെണ്ണിരിപ്പുണ്ട്. ഒരാളെ ഇറങ്ങി ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കണമെന്ന് പരിസരമൊക്കെ. ഇവിടുത്തെ പെണ്ണും കണ്ടെന്ന് ആ കാർ ഇവിടെ കുറേ നേരം കിടന്നു വെച്ചു. അപ്പം അങ്ങനെ ഇന്നലെ ഒരു അമ്മ പറഞ്ഞതുപോലെ കുട്ടികളെ കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ കുട്ടി. പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ. അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കൃത്യമായ അന്വേഷണം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പരാതി എപ്പോഴാണ് കൊടുത്തിരുന്നത്? ഞങ്ങൾ അപ്പം തന്നെ കൗൺസിലർ വിളിച്ച് പോലീസിനെ. അപ്പം തന്നെ ഒത്തിരി പോലീസുകാർ വന്നു. അവരപ്പം തന്നെ അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഓടി കൊച്ചുങ്ങളോട് എല്ലാ ഡീറ്റെയിൽസും കൊച്ചുങ്ങൾ പറഞ്ഞു. അപ്പം വിറച്ചിരിക്കണമെങ്കിൽ അതുങ്ങൾ എല്ലാം അവരോട് പറഞ്ഞു. അപ്പം തന്നെ അങ്ങോട്ട് അന്വേഷണം അവിടെ CCTV അങ്ങ് അറ്റത്ത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാണ് ഈ ഒരു കാറിൻ്റെ ഇത് കിട്ടിയത്. ആ കാർ കൊണ്ടുവന്നപ്പോൾ ഈ പിള്ളേർ പറഞ്ഞ ആ കാറാണെന്നാണ് പറഞ്ഞത്. ആ കാറ് കണ്ടപ്പോൾ അതുതന്നെയാണ് സേതു എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾ കൃത്യമായ ഒരു വിവരം കൈമാറാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കുട്ടികളുടെ ബുദ്ധിപരമായ ഇടപെടലാണ്. മൂത്ത കുട്ടി കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മറ്റ് അവരുടെ ഉദ്ദേശം നടപ്പിലായില്ല. വലിയ ആപത്തൊന്നും ഉണ്ടാകാതിരുന്നത് ഭാഗ്യം. കാരണം മിടുക്കികളായ 2 കുട്ടികൾ, ആ കുട്ടികളുടെ ബുദ്ധിപരമായ ഇടപെടൽ കാണാൻ സംഭവിക്കേണ്ട ഒരു വലിയൊരു കാര്യം അത് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയി എന്ന് പറയാം. ഒരുപക്ഷെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ കുട്ടികളുടെ തന്നെ ഒരു ഇടപെടൽ അതുകൊണ്ട് അത് ഒഴിവാവുകയും ചെയ്തു.